Hi dears. നമ്മുടെ 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ വേൾഡ് ഇൻ 20th സെഞ്ച്വറി, ലോകം 20ാം നൂറ്റാണ്ടിൽ. ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എല്ലാവരും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. സ്കൂളിൽ ഏകദേശം അവസാനമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഏകദേശം എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് വെസ്റ്റ് ഏഷ്യ അഥവാ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ടോപ്പിക്ക്. പല ആൾക്കാർക്കും അത് വായിച്ചാലും പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും അത് മനസ്സിലാവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. എന്തായാലും ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആക്കാം അല്ലേ. നിങ്ങൾക്കത് ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞു തരാനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്കിന്ന് പറയാനുള്ള ടോപ്പിക്കാണ് വെസ്റ്റ് ഏഷ്യ അഥവാ പശ്ചിമേഷ്യ. നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് സയണിസം അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് താമസിച്ചിരുന്ന അല്ലേ ഒരു വിഭാഗമാണ് ജ്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ കുടിക്കുന്ന ജ്യൂസ് അല്ല കേട്ടോ, ജൂതന്മാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ജൂതന്മാർ. ലോകത്തിൻ്റെ പല ഭാഗത്തായി താമസിച്ചിരുന്ന ജൂതന്മാർ അല്ലേ, അവർക്ക് സ്വന്തമായിട്ട് ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാഷ്ട്രം വേണം അല്ലേ. അങ്ങനെ ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന സംഘടനയുടെ പേരാണ് സയണിസ്റ്റ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നു. ഫസ്റ്റ് വേൾഡ് വാർ നടക്കുമ്പോൾ ഈ നമ്മുടെ തുർക്കികളെ കയ്യിൽ നിന്നും ഫലസ്തീന് പോലുള്ള വെസ്റ്റ് ഏഷ്യയിലെ സ്ഥലങ്ങൾ ആര് പിടിച്ചെടുക്കുന്നു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. അതായത് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ, നമ്മൾ പറയുന്ന പശ്ചിമേഷ്യ, ഒന്നാം ലോക യുദ്ധ സമയത്ത് എന്ത് ചെയ്യുന്നു? തുർക്കികളെ കയ്യിൽ നിന്നും ആരാടാ പിടിച്ചെടുക്കുന്നത്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. ബ്രിട്ടീഷുകാരെ ഫസ്റ്റ് വേൾഡ് വാറിൽ വിജയിക്കാൻ വേണ്ടി സഹായിച്ചിരുന്നത് ആരാണെന്നറിയോ നിങ്ങൾക്ക്? ജൂതന്മാരായതുകൊണ്ട് തന്നെ ഈ പറയുന്ന അല്ലേ ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാരെ വെസ്റ്റ് ഏഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് ല്ലോ. ആ വെസ്റ്റ് ഏഷ്യയിലെ ഒരു ഭാഗം എന്ത് ചെയ്തു? സ്വന്തമായിട്ടൊരു ജൂതരാഷ്ട്രം, ഒരു ജൂയിഷ് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ആർക്ക് വിട്ടുകൊടുത്തു? ജൂതന്മാർക്ക് വിട്ടുകൊടുത്തു. അതായത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു, നമ്മൾ പറഞ്ഞു എന്ത്? ആ ഫസ്റ്റ് വേൾഡ് വാറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ ഈ പറയുന്ന ആരുടെ കയ്യിൽ നിന്നും? തുർക്കികളുടെ കയ്യിൽ നിന്നും വെസ്റ്റ് ഏഷ്യ അഥവാ പശ്ചിമേഷ്യ പിടിച്ചെടുത്തു. ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ വിജയിക്കാൻ സഹായിച്ചത് ആരാ? ജൂതന്മാരാ. സോ ജൂതന്മാർക്ക് ഒരു സമ്മാനമായിട്ട് എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ? ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിലെ കുറച്ച് ഭാഗം, ഫലസ്തീനൊക്കെ ഉള്ള ഭാഗം എന്ത് ചെയ്തു? ആർക്ക് വിട്ടുകൊടുക്കുകയാണ്? ജൂതന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ്. സോ ജൂതന്മാർക്ക് വെസ്റ്റ് ഏഷ്യയിൽ ഒരു ജൂയിഷ് സ്റ്റേറ്റ്, ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥലം അനുവദിച്ച ആ ഒരു പ്രഖ്യാപനത്തെ, ആ ഒരു ഡിക്ലറേഷൻ്റെ പേരാണ് ബാൽഫർ ഡിക്ലറേഷൻ അഥവാ ബാൽഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അത് പ്രഖ്യാപിച്ചത് ആരാന്നാ പറയുന്നത്? ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായ, ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ എന്ന് പറയുന്ന ആളാണ്. സോ നിങ്ങൾ ആലോചിച്ച് വെക്കണം, ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ അവരുണ്ടാക്കിയ ഓർഗനൈസേഷൻ്റെ പേര് സിയോണിസം അല്ലെങ്കിൽ സയണിസ്റ്റ് പ്രസ്ഥാനം, സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയും. രണ്ട്, ജൂതന്മാർക്ക് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രം ലഭിച്ച ആ പ്രഖ്യാപനത്തിൻ്റെ പേരാണ്, ആ ഒരു ഡിക്ലറേഷൻ്റെ പേരാണ് ബാൽഫർ ഡിക്ലറേഷൻ. അതും നമ്മൾ പഠിച്ചു. അങ്ങനെ ആ പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ട്, ആ ഡിക്ലറേഷൻ്റെ ഫലമായിട്ട് 1948 ഏത് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു? ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തന്നെ രൂപീകരിക്കപ്പെട്ടു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, നമ്മൾ പറയുന്ന പശ്ചിമേഷ്യയിൽ ശരിക്കും അവിടെ ഉണ്ടായിരുന്ന രാജ്യമാണ് ഏത്? ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം. ഈ ഫലസ്തീൻ്റെ സ്ഥലങ്ങൾ അടങ്ങുന്നതാണ് ആർക്ക് കൊടുക്കുന്നത്? ജൂതന്മാർക്ക് കൊടുക്കുന്നതല്ലേ. സോ എന്ത് സംഭവിച്ചു? അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ടാക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ സീസ്ഡ് ഫലസ്തീൻ. ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? അവിടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ അവിടെയുള്ള ഫലസ്തീൻ്റെ സ്ഥലങ്ങളൊക്കെ ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? കൈവശപ്പെടുത്താൻ തുടങ്ങുന്നു. ആൻഡ് ദ ഫലസ്തീൻ റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വാരിയസ് അറബ് കൺട്രീസ്. 1948 ഇസ്രായേൽ ഉണ്ടാവുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സ്ഥലമുള്ള രാജ്യമാണ് ഏത്? ഈ പറയുന്ന ഫലസ്തീൻ. അതിൻ്റെ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ഒരുപാട് ഫലസ്തീനികൾ എന്ത് ചെയ്യുന്നു? സ്വന്തം നാട്ടിൽ നിന്നും മറ്റു നാടുകളിലേക്ക് പോവുകയാണ്. And in this context, with an objective of establishing a nation for the Palestinians, so ഫലസ്തീനികൾക്ക് എന്താണ്? അവരുടെ രാജ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലേ ഇസ്രായേൽ എന്ത് ചെയ്യാണ്? അവിടെയുള്ള ഫലസ്തീൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇസ്രായേലികൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഫലസ്തീനികൾ എന്ത് ചെയ്യുന്നു? അവരും ശക്തമായിട്ട് പോരാടുന്നു. ഫലസ്തീനികൾ ഉണ്ടാക്കിയ സംഘടനയുടെ പേരാണ് PLO അഥവാ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അതിൻ്റെ നേതാവായിരുന്നു
ആയിരുന്നു ആരെന്ന് പറയുന്നത് ഫലസ്തീൻ വിമോചന സേന അഥവാ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ നേതാവായിരുന്നു യാസിർ അറഫാത്ത് എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്. അദ്ദേഹം UNOയിൽ വെച്ച് നടക്കുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വെസ്റ്റേജ് തുടങ്ങുന്നത് ഈ ഒരു വാചകങ്ങളോട് കൂടിയാണ്. ടുഡേ ഐ കെയിം ബിയറിംഗ് an olive branch in one hand. എൻ്റെ ഒരു കയ്യിൽ എന്താണുള്ളത് അല്ലേ? സമാധാനത്തിൻ്റെ ഒലീവിലയാണ്. രണ്ടാമത്തെ എൻ്റെ മറുകൈയിൽ എന്താണുള്ളത്? വിപ്ലവ പോരാളി അല്ലെങ്കിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്നും സമാധാനത്തിൻ്റെ ഒലീവിലകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് യാസിർ അറഫാത്ത് പറയുന്നത്. എന്തായാലും നമുക്കറിയാം, ആദ്യം എന്താണ്, ഫലസ്തീനുള്ള വെസ്റ്റ് ഏഷ്യയിലേക്ക് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപപ്പെടുന്നു. ദെൻ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു? ഫലസ്തീനിൻ്റെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? സോ ഈ ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഫലസ്തീനികൾ ഉണ്ടാക്കിയ ഓർഗനൈസേഷനാണ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അഥവാ PLO എന്ന് പറയുന്നത്. ഒരുപാട് ഒരുപാട് യുദ്ധങ്ങൾക്കും ഒരുപാട് രക്തച്ചൊരിച്ചിലിനൊക്കെ ശേഷം ഫലസ്തീൻ എന്ത് ചെയ്തു? വീണ്ടും ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിക്കപ്പെടുന്നു. ആൻഡ് ആരാണ് ഈ പറയുന്ന അമേരിക്കയാണ് അതിൽ എന്ത് ചെയ്യുന്നത്? മധ്യസ്ഥം വഹിക്കുന്നത്. അങ്ങനെ അവസാനം എന്താണ് 1993 ഓസ്ലോ പാക്ട് പ്രകാരം നമുക്കറിയാം, ഇസ്രായേൽ വന്നതോടുകൂടി ഇസ്രായേൽ ഫലസ്തീൻ്റെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു. ദെൻ അവിടെ ഫലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യം ഇല്ലാതാവുകയാണ് അപ്പോൾ ഫലസ്തീൻ താൽക്കാലികമായിട്ട് ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നു ഏത് ആക്ട് പ്രകാരം? 1993 ഏത് പ്രകാരം? അമേരിക്ക ഇടപെട്ടുകൊണ്ട് നടക്കുന്ന ഓസ്ലോ ആക്ട് പ്രകാരം. പക്ഷേ ഇപ്പോഴും എന്ത് സംഭവിക്കുന്നു? ഫലസ്തീൻ്റെ പല സ്ഥലങ്ങളും അല്ലെങ്കിൽ ഫലസ്തീനികൾ ഇന്നും ഇസ്രായേലുകാരെ കൊണ്ട് അക്രമം നേരിട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് പത്രത്തിൽ ഈ അവസാന ദിവസം പോലും അങ്ങനെ ഒരു ന്യൂസ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം, സിയോണിസ്റ്റ് മൂവ്മെൻറ്റിലെ അല്ലെങ്കിൽ സിയോണിസ്റ്റ് പ്രസ്ഥാനം, സയനിസം എന്ന് പറയും, ജൂതന്മാർക്ക് സ്വന്തമായി രാഷ്ട്രം ഉണ്ടാക്കാനാണ്. അവർക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിർമ്മിക്കാൻ, ഒരു ജൂയിഷ് സ്റ്റേറ്റ്, ജൂതരാഷ്ട്രം നിർമ്മിക്കാൻ കാരണമായ പ്രഖ്യാപനമാണ് ബാൽഫർ ഡിക്ലറേഷൻ. അത് പഠിച്ചു വെക്കണം. ഇസ്രായേലിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇസ്രായേൽ സ്വന്തമായി രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. തൊട്ടടുത്ത ഫലസ്തീനികൾ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഫലസ്തീനികൾ ഉണ്ടാക്കിയ സംഘടനയുടെ പേരാണ് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. അവസാനം എന്ത് ചെയ്തു? 1993 ഓസ്ലോ കരാർ പ്രകാരം ഫലസ്തീനെ വീണ്ടും താൽക്കാലിക രാജ്യമായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താൽക്കാലികമായി ഞാൻ പോകുന്നു. ബൈ.